അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ ദൈവമക്കളാകും നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാനും ഇതുവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ധ്യാനിച്ചു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു വരികയാണ്. ദൈവവിളിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. ഇന്നലെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് ഇന്നലെ ഭയങ്കര രസം തോന്നി. ഞാൻ പറഞ്ഞൊരു കാര്യത്തിൻ്റെ ഒരു സംഭവം ഞാൻ ഇന്നലെ പ്രിയ പപ്പയിൽ നിന്ന്, അതായത് നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററിൽ ഞാൻ കേൾപ്പാനിടയായിരുന്നു. 40 വർഷം മുമ്പ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയ് വെറീസ് തെക്ക് ഭാഗത്തു നിന്ന് ദൈവാത്മാവ് കാണിച്ച കാഴ്ചയാൽ ചിറ്റൂര് കമ്പിളിച്ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ചാർജ് എടുത്തപ്പം അന്ന് രാത്രി തൻ്റെ മുറിക്കകത്തൊരു വലിയ സത്വം ഇറങ്ങി വന്നു. ഒരു വലിയ സത്വം, അതായത് ഒരു പൈശാചിക ശക്തി, ആകാശത്തോളം വലിപ്പമുള്ള ഒരു പൈശാചിക ശക്തി തൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നു. ആ ശക്തി പറഞ്ഞു, ഈ ദേശത്ത് നിന്ന് പൊക്കോളണം, ഇത് എൻ്റെ ദേശമാണ് എന്ന് തന്നോട് പറഞ്ഞപ്പോൾ താൻ അതിനെ ശാസിച്ചു. ഞാൻ വന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് താൻ ദൈവാത്മാവിനാൽ പറഞ്ഞ് അതിനെ ശാസിപ്പാനിടയാത്തുന്നു. ആ പൈശാചിക ശക്തി നമ്മുടെ മേലൊരു വിളിയുണ്ടെന്ന് മനസ്സിലായാൽ പിശാച് നമ്മളെ എതിർക്കാൻ തുടങ്ങും. വിളിയുള്ളവനെ പിശാചിന് പേടിയാണ്, ദൗത്യമുള്ളവനെ പിശാചിന് ഭയമാണ്. പിശാച് ഡയറക്റ്റ് അറ്റാക്കിന് വേണ്ടി ഇറങ്ങി വരും. ഇന്നലെ അവിടുത്തെ കൺവെൻഷൻ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഞാൻ അതിൻ്റെ ഒരു മെൻഷൻ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പുകളിട്ടിരുന്നു. ഞാൻ ഏറ്റവും അധികം അവിശ്വാസികളെ ക്രൂസൈഡിന് കണ്ടിട്ടുണ്ട്. ബോംഗയുടെ ക്രൂസൈഡിന് അവിശ്വാസികൾ ഇതുപോലെ ഇളകി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് പീച്ചി കൺവെൻഷൻ, അതായത് ഒരു 40 വർഷം മുമ്പ്, 45 വർഷം മുമ്പ് പീച്ചി കൺവെൻഷൻ ഇതുപോലെ അവിശ്വാസികൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം അവിശ്വാസികൾ കൂട്ടമായിട്ട്, ഹിന്ദുക്കൾ കൂട്ടമായിട്ട് ഇളകി വരുന്നത് കണ്ട ഒരു മീറ്റിംഗാണ് ഇന്നലെ നടന്നത്. ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോധം അലർന്ന് ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ ഏറ്റവും പുറകിൽ നിൽക്കുകയായിരുന്നു. അവരെ പുറകിൽ നിന്ന് സ്റ്റേജിലേക്ക് വിളിച്ചതാണ് എന്നെ. അപ്പം ഇന്ന് ഞാനായിരിക്കും ലീഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറകിൽ നിന്ന് ഇന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് അവലോകനം ചെയ്യുകയായിരുന്നു. പിന്നെ ക്രമീകരണങ്ങൾ വരുന്നവരെയൊക്കെ വിളിച്ച് അകത്ത് കയറ്റിയിരുത്താനൊക്കെ ആയിട്ട് ഒക്കെ ഹിന്ദുക്കളാണ് വരുന്നത്. കൂട്ടമായിട്ട് കണ്ടമാന ഹിന്ദുക്കൾ. എന്നല്ല ഞാൻ എന്താ പറയുക, നമ്മുടെ ശിവകുമാർ പാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തു. പാസ്റ്റർ കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വന്ന ദൈവദാസനോ സുവിശേഷം എന്ത് രസകരമാണ്. എനിക്ക് ഭയങ്കര കൊതി തോന്നി ആളുടെ പ്രസംഗം കിട്ടിയപ്പം. അങ്ങനെ മനോഹരമായൊരു മീറ്റിംഗ് ഇന്നലെ നടപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, അതിൻ്റെ രസം, മീറ്റിംഗ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുകയല്ല, ഭയങ്കരമായിട്ട് മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. സൗണ്ട് സിസ്റ്റങ്ങളും എല്ലാം എന്താ പറയുക, സ്റ്റേജിലുള്ള സകല സാധനങ്ങളും പെറുക്കിയെടുത്ത് കൊണ്ടുപോയി. മഴ പെയ്ത് എന്താ പറയുക, പ്രസംഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വരാൻ തുടങ്ങി. ഞങ്ങളെല്ലാം കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ദൈവം അത്ഭുതം, ദൈവയുടെ മഴയെ സ്റ്റോപ്പ് ചെയ്തു. ഈ സുവിശേഷ യോഗം, ഈ പ്രസംഗം കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടി വിചാരിച്ച പരിപാടി. പക്ഷെ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവിൻ്റെ കരം തുറന്നു വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, നമ്മുടെ മേലൊരു വിളി ഉണ്ടെങ്കിൽ പിശാച് ഏത് വിധേനയും നിങ്ങളെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് നേരെ എഴുന്നേറ്റ് വരും. പലപ്പോഴും ആൾക്കാരോട് ചോദിക്കാൻ, പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഒരു ഉഴപ്പിൽ ജീവിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഒരു പൊത്തുരുത്തത്തിൽ ജീവിക്കുന്ന കാലത്ത് ഒരു കുഴപ്പമില്ല പാസ്റ്ററെ, എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പ്രശ്നം, വചനം പഠിക്കാൻ തുടങ്ങിയ പ്രശ്നം. അതുകൊണ്ട് പാസ്റ്റർ എന്തിനാ പാസ്റ്റർ ഇതൊക്കെ പഠിക്കുന്നത്, വെറുതെ ഇങ്ങനെ തട്ടുമുട്ടി ജീവിച്ച് കുഴപ്പമില്ലാതെ അങ്ങ് പോയാൽ പോലെ. എന്നോട് ഒരാളല്ല കേട്ടോ, വേണമെങ്കിൽ ഒരു അതിശയോക്തി കൂടാതെ ഒരു 100 പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിശയോക്തി കൂടാതെ 100 പേരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മേലൊരു വിളിയുണ്ടെങ്കിൽ പിശാചിന് ഏറ്റവും പേടി നിങ്ങളെക്കാൾ നിങ്ങളുടെ മേലുള്ള വിളിയെയാണ്. വിളിയുള്ളവനെ പിശാചിന് ഭയങ്കര പേടിയാണ്. ദർശനമുള്ളവനെ പിശാചിന് ഭയങ്കര പേടിയാണ്. ദൈവവചനത്തിൽ പുത്രത്വത്തിൽ വളരുന്നവനെ പിശാചിന് ഭയങ്കര പേടിയാണ്. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും നിലകളിൽ പൈശാചിക സാമ്രാജ്യം നിങ്ങൾക്ക് നേരെ ഒരു അറ്റാക്കുമായി വരുന്നെങ്കിൽ അത്
ദർശനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ വഴിയിൽ തടുക്കുന്നവനായിട്ടോ ജീവിതത്തിൽ കണ്ടമാനം പ്രശ്നങ്ങളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് നേരെ വരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സംതിങ് സ്പെഷ്യലാണ്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി വരും. അത് ചിലപ്പം ഡയറക്റ്റ് സത്വമായിട്ട് വരും. ഡയറക്റ്റ് സത്വമായി വന്ന് എത്ര പേര് എനിക്കറിയാവുന്ന ഡയറക്റ്റ് പൈശാചിക ശക്തി സത്വമായിട്ട്. സത്വം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു വീണുപോയ ദൂതന്മാർ, ദുരാത്മാക്കൾ മേത്ത് കയറുന്ന ദുരാത്മാവാണ്. എന്നാൽ കാണത്തക്കവണ്ണം പിശാച് സത്വമായിട്ട് വീണുപോയ സത്വമായിട്ട് വന്നിട്ടുള്ള കണ്ടമാനം പേര് എനിക്കറിയാം. അവരുടെ മേലെ എല്ലാം വിളിയുണ്ട്. അതായത് ഒരാളുടെ മാത്രം നിഷാന്തിൻ്റെ നിതീഷിൻ്റെ മേത്ത് മാത്രമാണ് ഒരു വിളിയുള്ളതായിട്ട് എനിക്കറിയാത്തത്. ഞാൻ ദൈവമക്കളുടെ കാര്യമാണ് പറയുന്നത്. ഒരു ഹിന്ദു ഒരിക്കൽ റോട്ടിൽ കൂടെ കടന്നു പോകുന്ന നേരത്ത് ഞാൻ 40 days ഫാസ്റ്റിങ്ങിലായിരുന്നു ഞങ്ങളുടെ ചർച്ചിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അവൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ എൻ്റെ അകത്ത് ദൈവാത്മാവേ അവൻ്റെ അകത്ത് ഭൂതമുണ്ട് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചവനെ എന്താ പറയുക, റോട്ടിൽ കൂടെ പോകുന്ന നേരത്ത് ഭൂതമുണ്ട്, അവൻ്റെ മേത്ത് ഭൂതമുണ്ട്, അവനെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചപ്പോൾ നിതീഷ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഈ തൃശ്ശൂർ പൂരത്തിനകത്ത് മറ്റേ കുമ്മാട്ടി ആടി കളിക്കുന്ന മോനാണ്. അവൻ വന്ന് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, നിനക്ക് പെട്ടെന്ന് ഇന്ന സ്വഭാവം ഉണ്ടാകുന്നുണ്ട്. ഞാനല്ല, എൻ്റെ അകത്തിരുന്ന ഒരാൾ പറയുക ഇന്ന സ്വഭാവം ഉണ്ട്. അവൻ പറഞ്ഞു ഉണ്ട്. ഈ സ്വഭാവം ഉണ്ടാകുന്നതിൻ്റെ സ്വഭാവം അല്ലല്ലോ ഇത്, നിനക്ക് ഇങ്ങനെ സ്വഭാവം ഇല്ലാത്തവനല്ലായിരുന്നു. അവൻ പറഞ്ഞു അതെ. എനിക്കറിയില്ല, ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് അറിയില്ല, പറയുന്നത് എനിക്കറിയില്ല. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ മുമ്പിൽ ഒരു കറുത്ത സത്തു ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞു ഊവ. ആ സത്വം എൻ്റെ മേത്ത് കയറിയോ? ഊവ. എപ്പോഴാണ് കയറി? അവൻ പറഞ്ഞു ഞാനൊരിക്കലും അവർ ഈ എന്താ പറയുക താഴ്ന്ന ആൾക്കാരാണ്, അവരുടെ വീടിൻ്റെ താഴ്ന്നു ഉയർന്നു എനിക്ക് വിഷയമല്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ചെറിയ വീടുകളാണ്, കുടിൽ പോലത്തെ വീടുകളാണ്. അപ്പോൾ മൂത്രമൊഴിക്കുന്ന വീടിൻ്റെ പുറത്താണ്. മൂത്രമൊഴിക്കാൻ വന്നിരുന്നപ്പോൾ തൊട്ടടുത്തൊരു തള്ളയിരുന്ന് മൂത്രമൊഴിക്കുന്നു പാതിരാത്രി. പെട്ടെന്ന് ഇവൻ തള്ളയെ കണ്ടപ്പോൾ ഇവൻ പെട്ടെന്ന് പേടിച്ചു. ഇവൻ നോക്കിയപ്പോൾ ഉണ്ട് ആ തള്ള ആകാശത്തോളം വലുപ്പത്തിലും എഴുന്നേറ്റു. ആകാശം മുട്ടം അവൻ ആരും പേടിയില്ലാത്തവനാ. പെട്ടെന്ന് ഇവൻ ആന്തിപ്പോയി. ആന്തല് ഈ തള്ള ഇവൻ്റെ അകത്ത് കയറി. ഇവൻ പറയല്ല, ഞാൻ ചോദിക്കല്ല, ഇവൻ പറയല്ല, ഇവൻ്റെ അകത്തുള്ള ബോധകളയും. അപ്പം അവനെ മാത്രമാണ് ദൈവത്തിന് വിളിയുണ്ടെന്ന് എനിക്ക് ഇതുവരെ ബോധ്യപ്പെടുന്ന രീതിയിൽ ദൈവപ്രവൃത്തി അവൻ്റെ മേൽ വെളിപ്പെട്ടിട്ടില്ല. ബാക്കി അനുഭവിച്ച സകലരുടെ മേലും ദൈവത്തിൻ്റെ വിളി ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം വിളിച്ച് വിളിയുടെ ആഴത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല നിലയിൽ നിങ്ങളുടെ യാത്രയെ തടുക്കും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രയാസം ഉണ്ടാക്കാൻ നോക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടാൻ നോക്കും, പല നിലകളിൽ നിങ്ങളെ ഏതെങ്കിലും അടിമത്തത്തിനകത്ത് കെട്ടിയിടാൻ നോക്കും. പല നിലകളിൽ ഈ സത്വം നിങ്ങൾക്ക് നേരെ, പൈശാചിക സാമ്രാജ്യം നിങ്ങൾക്ക് നേരെ എഴുന്നേറ്റ് വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ ഈ സത്വത്തിൻ്റെ പ്രത്യേകത നിങ്ങളെ ചിന്താകുലരാക്കും. ഇത് പിശാചിൻ്റെ അടുത്ത ഒരു പ്രത്യേകത, അവൻ നിങ്ങളെ ചിന്താകുലരാക്കും. പൗലോസ് പറയുകയാണ്, ഇത് പത്രോസ് പറഞ്ഞ വാക്യമാണ്. മൂപ്പന്മാരോട് പത്രോസ് പറയുന്നൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ ആട്ടിൻകൂട്ടത്തെ മേയിക്കണം, മനഃപൂർവ്വമല്ല, നിർബന്ധത്താലല്ല, മനഃപൂർവ്വമായിട്ട് ദ്രവ്യാഗ്രഹത്തോടുകൂടിയല്ല, നിങ്ങൾ ഉന്മേഷത്തോടെ നിങ്ങൾ നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കണം എന്ന് പറഞ്ഞിട്ട് പത്രോസ് താഴേക്ക് പറഞ്ഞു. എല്ലാം കൊണ്ട് പറയാൻ നേരമില്ല. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴത്താണിരിക്കുക. ഇടയന്മാരോട് പറയുകയാണ്, വിളിയുള്ളവരോട് പറയുകയാണ്, ദൈവം വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുക, ദൈവം നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ് തക്ക സമയത്ത്. ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. മോളെ ആരും ഒരാൾ വായിച്ച്, നീനുണ്ടോ? ഒന്ന് വായിച്ച് 7 വായിച്ച്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവന്റെ അടുത്ത വാക്ക് നോക്കിയോ. നിർമ്മതരായിരിപ്പിൻ. വായിച്ചു മോളെ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. അപ്പൊ ഇവിടെ പിശാച് നിങ്ങളെ വിഴുങ്ങാൻ വരുന്നത് എങ്ങനെയാ? അപ്പൊ ഡയറക്റ്റ് സത്വമായി വരുന്ന പിശാചുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് സത്വമായിട്ടല്ല പിശാച് വരുന്നത്. ഈ പിശാച് വരുന്ന ഈ ഭാഗത്ത് വരുന്നത് ചിന്താകുലങ്ങളായിട്ടാണ്. കണ്ടോ 7 വാക്യം കണ്ടോ? അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആരുടെ മേൽ? തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നവന്റെ മേൽ നിങ്ങളുടെ ചിന്താകുലം ഇടുക. കണ്ടോ? ആരോട് പറയുന്നത്? ഇളയവരോട് പറയുകയാണ്. ആരോട് പറയുന്നത്? മൂപ്പന്മാരോട് പറയുകയാണ്. അപ്പം ഇവിടെ ദൈവിക ശുശ്രൂഷയിൽ, ദൈവിക വിളിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അകത്ത് കണ്ടമാനം ചിന്താകുലങ്ങൾ വരേണ്ട വിഷയങ്ങൾ വരും.
അത് സാമ്പത്തിക തലത്തിൽ വരാം, ശരീരത്തിൽ രോഗങ്ങളായിട്ട് വരാം, ബന്ധങ്ങളുടെ അകത്ത് വരാം, കുടുംബ ബന്ധത്തിനകത്ത് വരാം, ശുശ്രൂഷകന്മാരുള്ള ബന്ധത്തിൽ വരാം, ദൗത്യ സ്ഥലങ്ങളിൽ വെളിപ്പെട്ട് വരാം. ഇങ്ങനെ പല മേഖലകളിൽ ചിന്താകുലങ്ങൾ നിങ്ങളുടെ മേൽ വരുന്ന, നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന, വല്ലാതെ അസ്വസ്ഥതമാക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. ഇവിടെ നിങ്ങൾ നിർമ്മതരായിരിക്കുക. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ചുറ്റിമടക്കുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് പിശാച് വരുമ്പോൾ അവൻ വരുന്നത് എങ്ങനെയാ? അലറുന്ന സിംഹം എന്ന പോലെ. എന്തിനു വേണ്ടി? വിഴുങ്ങാൻ വേണ്ടി. അങ്ങനെ എങ്ങനെ വരെ? ചുറ്റി തിരിഞ്ഞു മടക്കുക. വേറെ പണിയൊന്നുമില്ല പുള്ളിക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവനായി അവനോട് എതിർത്തു നിൽക്കുക. കണ്ടോ? അപ്പൊ നിങ്ങൾ പിശാചിനോട് വിളിയുള്ളവനെ എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? പിശാച് എന്ന് പറഞ്ഞിട്ടല്ല. നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് നമ്മൾ ശാസിച്ചിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്. നല്ല കാര്യം, ശാസിക്കണം, ഞാൻ ശാസിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ പിശാച് നിന്നെ വിഴുങ്ങാനായിട്ട് അവൻ നിന്നെ വ്യാകുലപ്പെടുത്തുന്ന ചിന്തകളുമായി നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ നീ എതിർത്തു നിൽക്കേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. നിന്നെ വിളിച്ച വിളിയിലുള്ള ഉറപ്പിലാണ് നീ നിൽക്കേണ്ടത്. കണ്ടോ? ആ സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു. അപ്പൊ നമ്മൾ അനുഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ച ചില പ്രയാസങ്ങളുണ്ട്. അത് നമുക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാകില്ല. കഷ്ടതയെല്ലാം കൂടെ നമ്മുടെ ഇടയിൽ വന്നൊരു ദൈവദാസൻ പറഞ്ഞു, ഇവിടെ ഒരിക്കൽ ഒരു തർക്കം ഉണ്ടായതാണ്. ഇന്നലെ ഞാൻ അറിയുന്ന ആൾ പഠിപ്പിച്ച കണ്ടമാന ഉപദേശങ്ങൾ, യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ പാടില്ല, അയ്യോ കേൾക്കേണ്ട കാര്യങ്ങളായിരുന്നു. എന്താ പറയുക, പക്ക ദുരുപദേശം പലതും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ആള്. കറുത്ത സമയത്ത് കർത്താവ് അങ്ങനെ ഓടിച്ചതിനായിട്ട് സ്തോത്രം. അപ്പം ഇന്നലെ ഞാനത് എന്നോട് ദൈവദാസൻ പറയും, ഇന്ന രീതിയിലായിരുന്നു ആൾ പഠിപ്പിക്കല്, ഞാൻ ആളോട് സംസാരിച്ചിട്ടുണ്ട് പാസ്റ്ററെ എന്ന്. ഓക്കെ, ഇവിടെ നോക്കി. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ കഷ്ടങ്ങളല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. അപ്പം നീ ക്രിസ്തു ഭക്തനായത് നിമിത്തം നീ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടമുണ്ട്. ഇത് ഏതാ കഷ്ടം? ദൈവമക്കളെ, കൈസറുടെ കാലഘട്ടത്തിൽ കൈസറുടെ ഉദ്യാനത്തിൽ തീപ്പന്തങ്ങളെ പോലെ തീജ്വാലക്കകത്തിട്ട് കത്തിക്കുക. ശീലകൾ കൊണ്ട് കെട്ടി മെഴുകിനകത്തിട്ട് അവരെ കത്തിച്ചുകൊണ്ടിരിക്കുക. ഉദ്യാനത്തിനകത്ത് പന്തങ്ങൾ പോലെ ക്രൂരരായ മൃഗങ്ങളെ പട്ടിണിക്കിട്ട് അവന്റെ മുമ്പിലേക്ക് ഇവരെ വലിച്ചെറിയ, കടിച്ച് കീറുകയാണ് മൃഗം. മാത്രമല്ല, മരങ്ങളുടെ കൊമ്പുകൾ കൂട്ടിക്കെട്ടി അതിനകത്ത് 2 കൊമ്പുകളുടെ അകത്ത് സഹോദരിമാർ, പൂർണ്ണഗർഭിണികളായ സഹോദരിമാരെ കാലുകൾ കെട്ടിയിട്ട് ആ കയറ് കൊമ്പിന്റെ അറുത്തു കഴിയുമ്പോൾ ആ കൊമ്പ് 2 സൈഡിലേക്ക് പോകുമ്പോൾ സഹോദരിമാർ വയറ് പിളർന്ന് കുഞ്ഞ് നിലത്ത് വീണ് ചാകുന്നു. കഠോരമായ പീഡകൾ ദൈവസഭകൾക്ക് നേരെ, വിശ്വാസ സമൂഹത്തിന് നേരെ അഴിച്ചുവിടുമ്പോൾ അതിന്റെ നടുവിൽ പത്രോസ് അവരെ ഉറപ്പിക്കുക, നിങ്ങൾ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യമെന്ന് വെച്ച് നിങ്ങൾക്ക് വന്നു എന്ന് കൂടി വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭൂലോകത്തൊക്കെയും സഹോദരന്മാർക്ക് എന്നുണ്ടാകുന്നു ഈ വക കഷ്ടപ്പാടുകൾ, ദൈവം അനുവദിക്കുന്ന കഷ്ടപ്പാടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവം പൂർത്തി വരുത്തുകയാണെന്നറിഞ്ഞ് വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതെന്താ വിശ്വാസം ഉറച്ചിട്ടുള്ളത്? ദൈവത്തിന്റെ സമ്പൂർണ്ണ ജ്ഞാനത്തിനകത്ത് അവൻ അനുവദിക്കാത്ത ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ വരികയില്ല. ഇതാണ് വിശ്വാസം. ഇതിനകത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുമ്പോൾ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യജയനായി വിളിച്ചിരിക്കുന്ന സർവകാല കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും. ശക്തമായ പീഡകൾ ദൈവസഭകൾക്ക് നേരെ വരാം. ശരിക്കും ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത്? ഉണർവുണ്ടാകുമ്പോൾ കഠിനമായ പീഡകൾ വരും. ലിൻസി കണ്ടിട്ടുണ്ട്. ലിൻസിയെ സുവിശേഷ വിരോധികൾ രക്തസാക്ഷിയാകമാർ കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കഠോരമായ പീഡകൾ ദൈവസഭകൾക്ക് നേരെ എഴുന്നേറ്റ് വരുന്നവ. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒരു സൂത്രത്തിൽ അങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങോട്ട് പോയിട്ട് എങ്ങനെയും നിത്യവലി ചെല്ലാൻ വേണ്ടി ജീവിച്ചാൽ മതിയോ? പോരാ.
ദൈവം ഒരു സംഭവം അനുവദിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ നിൽക്കാനുള്ള കൃപ ദൈവം തരും. ദൈവം ഒരു കൃപ തരും. ദൈവം നമ്മുടെ മേൽ കൃപ പകരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് ചുറ്റി നടക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി എതിർത്ത് നിൽക്കണം. ഒരു വ്യാകുലത, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഒരു വ്യാകുലത നിങ്ങൾക്ക് ഉണ്ടാകാതെ. അപ്പൊ നിങ്ങൾ ആരോടൊപ്പം എതിർക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞ് ചുറ്റുമടക്കുന്നു. ഇവിടെ പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങളെ വ്യാകുലപ്പെടുത്തുവാൻ കൊണ്ടുവരുന്ന ജീവിതാനുഭവങ്ങളുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിലുള്ള ഉറപ്പോടെ നിൽക്കണം. ദൈവം അറിയാതെ ഒരു സംഭവം ഉണ്ടാകില്ല. എന്തിന്റെ മടിയിൽ ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നെങ്കിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ മഹത്വമുണ്ടെങ്കിലാണ് അവൻ പ്രവർത്തിക്കാതിരിക്കുക. ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, പ്രവർത്തിക്കുന്നതിനേക്കാൾ മഹത്വമാണ് പ്രവർത്തിക്കാതിരിക്കുന്ന വിഷയങ്ങൾ വെളിപ്പെട്ട് വരിക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർമ്മയുണ്ടോ? പൗലോസ് ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒറ്റ രാത്രി പൗലോസ് ശീലാസ് കൊണ്ട് കൈകാലുകൾ ചങ്ങലയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ ആ കാരാഗ്രഹത്തിൽ കിടന്ന് രാത്രി കർത്താവിനെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി ചങ്ങലകൾ അഴിഞ്ഞു വീണ്. അതെനിക്കിപ്പോഴും മനസ്സിലാകുന്നത്, എങ്ങനെ ചങ്ങല അഴിയുന്നതെന്ന്. കാരാഗ്രഹം കുലുമ്പോൾ എങ്ങനെ ചങ്ങല അഴിയുന്നത്? അല്ല, ഒന്നാമതും ചങ്ങലയിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഇളകുന്ന കാരാഗ്രഹത്തിന് അല്ലെ ഉണ്ടാകുന്ന ഭൂകമ്പത്തിന് ചങ്ങല അഴിക്കാൻ പറ്റുമോ? അങ്ങനെയാ. ദൈവം അയക്കുന്ന ഭൂകമ്പത്തിന് ചങ്ങല അഴിക്കാൻ കരുത്തുണ്ട്. അതങ്ങനെയാ, അങ്ങനെ മനസ്സിലാക്കണം. അത് ദൈവം അയക്കുന്ന ദൂതന് അടച്ചിട്ടിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ ഡോറുകൾ ആരും അറിയാതെ തുറക്കാൻ കരുത്തുണ്ട്. നോക്കൂ, ഒറ്റ രാത്രി കൊണ്ട് ഫിലിപ്പിൻ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുക്കി ചങ്ങല തുറന്ന് കാരാഗ്രഹപ്രമാണിയെ വിശ്വാസത്തിൽ കൊണ്ട് രാത്രി സ്നാനപ്പെടുത്തി. ഒറ്റ രാത്രി കൊണ്ട് പ്രവൃത്തി നടന്നു. പക്ഷെ 2 വർഷമായിട്ട് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിന്റെ വിഷയത്തിൽ ദൈവം മിണ്ടുന്നില്ല. ഏത് കാരാഗ്രഹത്തിലായിരിക്കും ദൈവ പ്രവൃത്തി വെളിപ്പെട്ടത്? ഫിലിപ്പിൻ കാരാഗ്രഹം ഒരു കുടുംബത്തെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. എന്നാൽ പ്രവർത്തിക്കാത്ത, പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാത്ത എഫെസോസ് സഭ പ്രാർത്ഥിച്ചിട്ട് അധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഫിലിപ്പിയ സഭ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ, സഭകളെല്ലാം ദൈവസന്നിധിയിൽ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥനകളുടെ മറുപടി ഇല്ലാതെ ഭക്തൻ കിടക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതികൾ പുറത്തു വരുന്നു. കാരാഗ്രഹത്തിനകത്തൊരു സഭ പോരാ, കൊട്ടാരത്തിനകത്തൊരു സഭ. വിശ്വാസത്തിൽ നിജപുത്രന്മാർ എഴുന്നേറ്റ് വരുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനോഹരമായ 4 കാരാഗ്രഹ ലേഖനങ്ങൾ, ക്രിസ്തു വെളിപ്പാടുകളുടെ കലവറയില്ലാത്ത വെളിപ്പാടുകൾ തുറക്കുന്ന കാരാഗ്രഹ ലേഖനങ്ങൾ. എന്തിനേറെ പൗലോസ് തിമോഥെയോസിനെ ഉറപ്പിക്കാൻ എഴുതിയ അവസാന 2 ലേഖനങ്ങൾ കണ്ടോ? അടയപ്പെട്ട് കിടക്കുന്ന കാരാഗ്രഹം തുറക്കുന്ന കാരാഗ്രഹത്തെക്കാൾ പൈശാചിക സാമ്രാജ്യത്തിന് ഭയമാണ്. ദൈവിക വിളിയുള്ള നിന്റെ കുടുംബത്തിനകത്ത് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടികൾ തടുക്കപ്പെട്ടാൽ ശ്രദ്ധിക്കുക, പിശാച് നിന്നെ ഭയത്തോടുകൂടിയായിരിക്കും വീക്ഷിക്കുന്നുണ്ടാകുക. ദൈവപ്രവർത്തികൾക്ക് വേണ്ടി വില കൊടുക്കുന്നവന് പിശാചിന് അന്നും ഇന്നും പേടിയാണ്. ഇന്ന് രാവിലെ ഒന്ന് ഉറപ്പോടെ പ്രാർത്ഥിക്കാം. എല്ലാ വ്യാകുലകളും ഈ രാവിലെ ഒരു ചിന്ത നിന്റെ അകത്ത് വ്യാകുലത വരരുത്. മക്കളെ കുറിച്ച് വരരുത്, ബിസിനസിനെ കുറിച്ച് വരരുത്, സാമ്പത്തിക തലത്തെ കുറിച്ച് വരരുത്, ശുശ്രൂഷയെ കുറിച്ച് വരരുത്, ആരോഗ്യത്തെ കുറിച്ച് വരരുത്. ദൈവം അറിയാത്ത ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ പിതാവ് സകലതും നന്നായി ചെയ്യും. ഈ ഉറപ്പോടെ പിശാചിന് നേരെ ഞാൻ ഉറപ്പോടെ നിൽക്കുമെന്ന്. ഉണർന്നിരിപ്പിൻ, പിശാചിന് നേരെ ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ. പിശാചിനെ ഞാൻ എതിർക്കും. പിശാചിനോട് എതിർത്തു നിൽപ്പിൻ. കണ്ടോ? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പിശാചിനെ എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്തിൽ ഉറപ്പോടെയല്ലേ പിശാചിനെ എതിർത്ത് നിൽക്കുന്നവർ. എങ്ങനെയാ എതിർക്കുന്നേ? നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന അന്യഭാഷ പറയുന്ന പിശാചിനോട് അങ്ങനെ പഠിപ്പിച്ചു ആദ്യം തന്നെ. എന്തൊരു കഷ്ടം ആലോചിക്കും. ഭൂതത്തെ പേടിച്ചും പിശാചിനെ പേടിച്ചും അന്യഭാഷ പറയുക. ഹലോ, ഇന്നലെ തന്നെ അവിടെ ഭൂതം ഇളകുന്ന കണ്ടപ്പോൾ തന്നെ നമ്മൾ ആൾക്കാരൊക്കെ വേഗം അവിടെ സ്റ്റഡിയായി. നമ്മുടെ ആൾക്കാർ പിശാചിനെ എതിർക്കുന്നത് ഭൂതം ഇളകുമ്പോഴാണ്. ഭൂതം ഇളകുമ്പോൾ അതിനോട് ആക്രോശിച്ചിട്ടല്ല നീ പിശാചിനെ എതിർക്കുന്നത്. നിന്റെ നേരെ നിന്നെ അസ്വസ്ഥതപ്പെടുത്തുവാൻ, നിന്നെ തളർത്തുവാൻ, നിന്നെ വ്യാകുലപ്പെടുത്തി നിന്നെ വിഴുങ്ങാൻ വരുന്ന പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നാണ്. എല്ലാം ഇഷ്ടപ്പെടട്ടെ, എല്ലാവരും ഇട്ടുപോട്ടെ. ശാബല ഹത്തുരാധന പ്രൗഷമന കണ്ടത് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇട്ടുപോയാലും പിശാച് നഷ്ടപ്പെടുത്തിന്റെ മുഴുവൻ നീ തിരിച്ചു പിടിക്കും കേട്ടോ. ആ ഉറപ്പ് ഇതിന്റെ അകത്തുണ്ടാകണം. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നീ വ്യാകുലപ്പെടരുത്. തള്ളിക്കളഞ്ഞവരെ കുറിച്ച് നീ വ്യാകുലപ്പെടരുത്. ചോർന്നു പോയ നന്മകളെ കുറിച്ച് നീ വ്യാകുലപ്പെടരുത്. വെളിപ്പെട്ടു വരാത്ത ശുശ്രൂഷയെ കുറിച്ച് നീ വ്യാകുലപ്പെടരുത്. പലരുടെ എന്നോട് ചോദിക്കും, പാസ്റ്റർ ഇത്ര വർഷമായാലും ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ ഉണർവ് ഉണ്ടാകാത്തൊരു പാസ്റ്റർക്ക് പക്ഷേ എന്തൊക്കെ വിഷമങ്ങൾ ആൾക്കാർക്ക് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വിഷമവും ഇല്ല. ദൈവം എന്നെ സമയം കാണിച്ചിട്ടുണ്ട്. എനിക്കറിയാം ദൈവം ഒരു സമയം കാണിച്ചിട്ടുണ്ട്. ഒന്നിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾ നീഴുമ്പോൾ നിങ്ങൾ തളരരുത്. ഇന്ന് രാവിലെ ഉറപ്പുണ്ട് ദൈവത്തോട് അങ്ങനെ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ. എന്നെ വിഴുങ്ങാൻ ഞാൻ പിശാചിനെ അനുവദിക്കുകയല്ല. ഒന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ഇനി മൈക്കെല്ലാം മൺകൂട്ടി അടുത്ത ചില മിനിറ്റുകൾ അന്യഭാഷ പ്രാർത്ഥിക്കുക. എന്നെ വിഴുങ്ങാൻ, എന്നെ വ്യാകുലപ്പെടുത്തുവാൻ, എന്നെ തളർത്തുവാൻ ഒന്ന് മൈക്കൺമുട്ടി പ്രാർത്ഥിച്ചോ. ഷബൽ കിടക്കുന്നു. ഒരു വിഷയം സംബന്ധിച്ച് എന്നെ വ്യാകുലപ്പെടുത്തുവാൻ ഞാൻ പിശാചിനെ അനുവദിക്കുകയല്ല. നിങ്ങൾ പിശാച് കൊണ്ടുവരുന്ന വ്യാകുലതകളോട്, മനസ്സിനകത്ത് കൊണ്ടുവരുന്ന വേദനകളോട്, മനസ്സിനകത്ത് കൊണ്ടുവരുന്ന മുറിവുകളോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. നിന്നെ തളർത്തുവാനും നിന്നെ തകർക്കുവാനും നിന്നെ ഒതുക്കുവാനും നിന്നെ ആകമാനമായി ഉലയ്ക്കുവാനും ഒക്കെ പിശാച് പലതലത്തിൽ നിന്നെ റബൽ കടകഥന ആകെ കൂടെ നിന്നെ വിഴുങ്ങാൻ വരുമ്പോൾ
ഞാൻ നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് എൻ്റെ അകത്ത് ഇതിൻ്റെ അർത്ഥം ഒന്ന് MSVയിൽ നോക്കണമെന്ന് എൻ്റെ അകത്തൊരു ചിന്ത വന്നു. അതായത് മലയാളം ഇതുണ്ട്, പരിഭാഷയുണ്ട്, അതിനകത്ത് നോക്കണമെന്ന് ചിന്ത വന്നു പെട്ടെന്ന്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് കിട്ടുന്നില്ല, കമ്പ്യൂട്ടറിൽ അത് ഓപ്പൺ ആകാൻ കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു മിനിറ്റ് താമസിച്ചത്. നിങ്ങൾ ഈ പരിഭാഷ ഒന്ന് വായിച്ച് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ഞാനിത് ഒരു മിനിറ്റ്. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിയിടും, തന്മാർവിൽ എന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിയിടും, തന്മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ. ഷെയർ ആയിട്ടുണ്ടോ ഇത്? ഹലോ, എൻ്റെ വാക്യം ഷെയർ ആയിട്ടുണ്ടോ? എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ, കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പുരാൻ തിരുവചനമോർക്കവേ പുമാകവേ. തമ്പുരാൻ തിരുവചനമോർക്കവേ പുമാകവേ. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ശ്രദ്ധിക്കുന്നൊക്കെ ഒന്ന് വായിച്ചേ, ഒരാളൊന്ന് വായിച്ചേ. 6-ാം വാക്യമാണ് കിടക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയേറിയ കരത്തിൻ കീഴിൽ വിനയാന്വിതരായിരിക്കുക. അപ്പോൾ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അപ്പൊ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയും? നിങ്ങൾ ദൈവകരങ്ങളിൽ വിനയമുള്ളവരായി അവന്റെ സന്നിധിയിൽ കാത്തിരിക്കുക. ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ ഉയർത്തും. 1. 2 7-ാം വാക്യം വായിച്ചേ. ദൈവം നിങ്ങളുടെ സകല കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കുകയാൽ നിങ്ങളുടെ എല്ലാ ആകുല ചിന്തകളും ദൈവത്തിൽ സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ അകത്ത് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉറപ്പുണ്ടോ? ദൈവം നിങ്ങളുടെ സകല കാര്യങ്ങളിലും. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ വാക്യമൊക്കെ ഒന്ന് വായിക്കേ, ശ്രദ്ധിക്കണേ. ദൈവം നിങ്ങളുടെ സകല കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കുകയാൽ നിങ്ങളുടെ എല്ലാ ആകുല ചിന്തകളും ദൈവത്തിൽ സമർപ്പിക്കുക. അപ്പൊ നിങ്ങൾ ആകുലരാകാതിരിക്കാനുള്ള വെളിപ്പാട് എന്താ? ആകുലകരാകാതിരിക്കാനുള്ള സാവകാശം എങ്ങനെ ഉണ്ടാകുന്നത്? ഒറ്റ വെളിപ്പാട്: ദൈവം എൻ്റെ സകല കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ്. ഒന്ന് പറഞ്ഞു നോക്കി, ഇന്ന് രാവിലെ ആ വാക്യം ഒന്ന് പറഞ്ഞു നോക്കി. ദൈവം എൻ്റെ വിഷയത്തിൽ ശ്രദ്ധാലുവാണ്. പറഞ്ഞു നോക്ക്, നിങ്ങളുടെ വാ തുറന്ന് പറഞ്ഞു നോക്ക്. എൻ്റെ ആരോഗ്യ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. ഇരുന്നുറങ്ങുമ്പോൾ പറയാൻ പറ്റുകയല്ലോ. ഒന്ന് പറഞ്ഞു നോക്കിക്കോ. അതിനി മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ, അല്ലെങ്കിൽ പറഞ്ഞോ. ദൈവം നിന്റെ വിഷയത്തിൽ ശ്രദ്ധാലുവാണെന്നുള്ള കാര്യം നിങ്ങളുടെ അകത്ത് ബോധ്യപ്പെടുമ്പോഴാണ് വ്യാകുലത ഇല്ലാതാകുന്നത്. എപ്പോഴാണ് ആകുലത വരുന്നത്? എനിക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോഴാണ്. ആകുലത മാറുന്നത് എപ്പോഴാണ്? എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് തോന്നുമ്പോഴാണ്. അപ്പൊ ആകുലത മാറാനായിട്ട് നിന്റെ കൂടെ ആളുണ്ടെന്ന് തോന്നിയാൽ മതി. നിന്റെ കൂടെ ഒരാളുണ്ട്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരാളുണ്ട്. ഇതിനകത്ത് ബോധ്യപ്പെടാനായിട്ട്
ദൈവവചനത്തിന്റെ വെളിപ്പാടൊന്ന് തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കൂ. ഈ ദൈവവചനത്തിന്റെ വെളിപ്പാടെന്ന് നമ്മുടെ ആൾക്കാർ പറയുമ്പോൾ ആൾക്കാരുടെ ചിന്ത എന്നറിയോ? ആൾക്കാർ ചിന്ത ഹീബ്രുവിൽ, ഗ്രീക്ക്, മൂലഭാഷ, ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക ആൾക്കാരെ. ഒരു ഭാഷ ഇടയ്ക്കിടയ്ക്ക് മൂലഭാഷ. ഞാൻ ചോദിച്ചു ഭാഷ ഏത് ഈ മൂലഭാഷ എവിടെയാന്ന് ചോദിച്ചു. എൻ്റെ അത്യാവശ്യം ഞാൻ തപ്പുമ്പോൾ ഒരു മൂലഭാഷയിൽ പറഞ്ഞ കാര്യം കാണാനില്ല. ഇപ്പം എന്താ കാര്യം? ഇരിക്കുന്ന ആൾക്കാരെ എന്താ പറയുക, പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി പറയുക മൂലഭാഷയിലുണ്ടെന്ന്. എവിടെയാ അത്? ഒരു ഞാൻ ദൈവദാസന്മാർ പറഞ്ഞു കേട്ട് പറയരുത്. മൂലഭാഷയിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണണം, എന്നിട്ട് വേണം പറയാൻ. നമുക്ക് മൂലഭാഷ അല്ലാന്ന് പറയില്ല, പക്ഷെ നിങ്ങളുടെ ബൈബിൾ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഈ ബൈബിളിനകത്തുള്ള പഠനമല്ല വെളിപ്പാട്. പഠനം വേറെ, അത് പഠിച്ചോട്ടെ, പഠിക്കണം, നന്നായി പഠിക്കണം. പഠിക്കുന്നത് ഞാൻ എതിര് പറഞ്ഞില്ല. പക്ഷേ ഈ പഠനം എന്താ ഉണ്ടാക്കുന്നത്? പഠനം നിന്റെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വർദ്ധിപ്പിക്കണം. എന്താ വെളിപ്പാട്? എൻ്റെ സകല കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എൻ്റെ കൂടെയുണ്ട്. വാക്യം 8, ജാഗ്രതയുള്ളവരായിരിക്കുക. വായിച്ച മോളെ, അടുത്ത് വായിക്കൊണ്ട് വായിച്ച്. ഉറങ്ങിയോ നീ? ആരിലാണ് ബൈബിൾ വായിക്കുന്നേ? ഈ തോമസ് ബാബുദർ വായിച്ചാൽ മതി. ഇനി നിങ്ങൾ പിള്ളേര് വായിക്കണ്ട. തോമസ് ബാബുദർ വായിക്കും. സമചിത്തത പാലിക്കുക, ജാഗ്രതയുള്ളവരായിരിക്കുക, സമചിത്തത പാലിക്കുക, ഇനി വെപ്രാളപ്പെടാതിരിക്കുക, നീ ഒന്ന് സ്വസ്ഥമായിരിക്കുക. നിങ്ങളുടെ വൈരിയായ പിശാച് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആരെ കടിച്ചു കീറി തിന്നേണ്ടതെന്ന് കരുതിക്കൊണ്ട് പതുങ്ങി മടക്കുകയാണ്. പതുങ്ങി നടക്കുക. അവനിങ്ങനെ പതുങ്ങി മടക്കുക, ആരെ വിഴുങ്ങണ്ടേന്ന് വെച്ചിട്ട്. നീ എന്ത് ചെയ്യണം? നീ ജാഗ്രത. അവ പിശാചിനെ എതിർക്കുന്നത് ജാഗ്രത കൊണ്ടാണ്, അകത്തുള്ള വെളിപ്പാട് കൊണ്ടാണ്. നിന്റെ മനസ്സിനകത്ത് നീ സൂക്ഷിക്കുന്ന സമചിത്തത കൊണ്ടാണ്. നീ വെയിറ്റ് ചെയ്യുക, ദൈവം പ്രവർത്തിക്കും. അടുത്ത വാക്ക്. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവനെ ശക്തിയുക്തം എതിർക്കുക. പിശാചിനെ എങ്ങനെയാ എതിർക്കുന്നത്? എങ്ങനെയാ? നേരത്തെ ഞാൻ പറഞ്ഞതാണ്, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണം. അടിയുറച്ചു നിന്നുകൊണ്ട് നീ ശക്തിയുക്തം എതിർക്കുക. ഇങ്ങനെ പിശാചിനെ എതിർക്കുന്നത്. അടുത്തത്, ലോകമെങ്കാടുമുള്ള നിങ്ങളുടെ സഹോദര സമൂഹം ഇതേ ദുരിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് മാത്രമല്ല നീ പ്രശ്നം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുള്ളേ? വീട്ടിനകത്ത് അച്ചാച്ചൻ അത് പറഞ്ഞു, അമ്മാമ ഇത് പറഞ്ഞു, കൊച്ചി ഇങ്ങനെ പോയി, അവർക്ക് ആ രോഗം, ഇവർക്ക് ഈ പ്രശ്നം, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളല്ലേ നിങ്ങൾക്കുള്ളൂ. ജീവിക്കാൻ പറ്റാത്ത, കുടുംബത്തിൽ നിൽക്കാൻ പറ്റാത്ത പ്രശ്നമുള്ളവർ ഇന്ന് വന്ന 45 കുടുംബത്തിനകത്തും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭക്ഷിപ്പാനായി ഇന്ന് വന്ന ഒരാൾക്കും പ്രശ്നമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വീട്ടിനകത്ത് നാറ്റം വെച്ച് കിടക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡാനുമോന് മാത്രമാണ് അല്പം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. കിരാതമായ പീഡകളല്ലേ സഭയ്ക്ക് നേരെ അയച്ചുവിടുന്നത്. ലോകം മൊത്തമുള്ള ജനം ഇതിന് ഭയങ്കര പ്രശ്നത്തിലാണ്. നിങ്ങൾ അറിയണം, ലോകത്ത് ജനം ഇങ്ങനെ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. എവിടെ അവരെങ്ങനെ ഉറച്ചു നിൽക്കുന്നത്? വാക്യം 10, അല്പകാലത്തേക്കുള്ള ഈ ഉപദ്രവങ്ങൾക്ക് ശേഷം, ഈ ഉപദ്രവം കൊണ്ട് കാലഘട്ടമൊന്നും കഴിയില്ലെന്നേ, അല്പകാലത്തേക്കുള്ള ഈ ഉപദ്രവ സഹനത്തിന് ശേഷം ക്രിസ്തുയേശുവിലുള്ള ശാശ്വത തേജസ്സിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നിങ്ങളെ പുനഃസ്ഥാപിച്ച് ശക്തരാക്കി സുസ്ഥിരമാക്കി നിങ്ങളെ നിലനിർത്തും. സർവാധിപത്യം എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു. സർവാധിപത്യം പിശാചിനല്ല. സർവാധിപത്യം ദുരാത്മാക്കൾക്കല്ല. സർവാധിപത്യം ഇന്നിവിടെ ഭരിക്കുന്ന, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന രാജാക്കന്മാരുടെ കൈക്കകത്തല്ല, നേതൃത്വങ്ങളുടെ കൈക്കകത്തല്ല. സർവാധിപത്യം നിന്റെ ഓഫീസിൽ നിനക്ക് വിരോധമായി പദ്ധതി ഉണ്ടാക്കുന്നവരുടെ കൈക്കകത്തല്ല. സർവാധിപത്യം നിന്റെ കുടുംബത്തിനകത്ത് വ്യക്തികളെയോ കുഞ്ഞുങ്ങളെയോ ഒക്കെ പ്രശ്നത്തിലേക്കകത്ത് നടത്തുന്ന പിശാചിന്റെ കൈക്കകത്തല്ല. സർവാധിപത്യം ദൈവത്തിന്റെ കരത്തിലാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. എന്താ വിശ്വാസം ഉറക്കുക? വിശ്വാസത്തിൽ ഉറക്കുക എന്നുള്ളത് നിന്റെ വിഷയത്തിൽ നീയും പ്രവർത്തിക്കുമെന്നുള്ള ഗ്യാരണ്ടി അല്ല. വിശ്വാസത്തിൽ ഉറപ്പ്, അത് പിന്നെ രണ്ടാമത്തെ സ്റ്റേജാണ്. നീ വിശ്വസിച്ചിരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ള ഉറപ്പാണ് വിശ്വാസത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ കടമുണ്ട്, കടഭാരം ദൈവം മാറ്റും. രോഗമുണ്ട്, ദൈവം രോഗസൗഖ്യമാക്കും. രോഗം സൗഖ്യമാക്കുന്നതല്ല വിശ്വാസം. കടം മാറുന്നതല്ല വിശ്വാസം. വഴികൾ തുറക്കുന്നതല്ല വിശ്വാസം. വിദേശത്ത് പോകുന്നതല്ല വിശ്വാസം. യുദ്ധത്തിനകത്ത് ദൈവം നമ്മൾ പരിപാലിക്കുന്നതല്ല വിശ്വാസം. വിശ്വാസം എന്താ? വിശ്വാസം
നീ വിശ്വസിക്കുന്ന വ്യക്തി ആരാണെന്നുള്ള തിരിച്ചറിവാണ് വിശ്വാസം. ഹല്ലേലൂയ, ആ ഹല്ലേലൂയ. തിരിച്ചറിവ് വന്നാൽ പ്രശ്നത്തിൽ അവൻ വിടിവിക്കും. പക്ഷേ എബ്രായലേഖനം 11-ാം അധ്യായത്തിന് 35-ാം വാക്യം വരെ വിശ്വാസമാണെന്ന് വിടുതലല്ലേ പറയുന്നത്, തൊട്ടുപാഴിയോ. എന്നാൽ ചിലർ വിശ്വാസത്താൽ അവർക്ക് നഷ്ടങ്ങൾ അനുഭവിച്ചു. ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഇഷ്ടപ്പെടുകയല്ലേ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ? അയ്യോ സമയം പോയി. ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഞാൻ അറിഞ്ഞില്ല സമയം പോയത്. ഇന്നെന്തോ വലിയൊരു പ്രശ്നം. ഇന്നലത്തെ ആ മീറ്റിംഗ് കൂടി സന്തോഷത്തിൽ ഇങ്ങനെ അറിയാതെ ഒഴുകി വന്നാണ് കേട്ടോ. അങ്ങനെ നിങ്ങളെല്ലാം വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിട്ട് ഉറച്ചു നിൽക്കാനായിട്ട് കൃപ എൻ്റെ മേൽ തുറക്കണമെന്ന് എത്ര പേരുന്ന് രാവിലെ പ്രാർത്ഥിക്കും? ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചു. ഇതിനല്ലേ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? എല്ലാം മൈക്കൺമുട്ടി 2 മിനിറ്റ് നേരം ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാം മൈക്കൺമുട്ടി പ്രാർത്ഥിച്ച്. പിശാചുകൊണ്ട് എതിർക്കണമെങ്കിൽ വിശ്വാസമകത്ത് തുറക്കണം. അത് മനസ്സിലായല്ലോ? പിശാചുകൊണ്ട് എതിർക്കുന്നത് ബഹളം വെച്ചിട്ടല്ല, പിശാചുകൊണ്ട് എതിർക്കുന്നത് അകത്തുള്ള ഉറപ്പിനാലാണ്. ഒന്ന് മൈക്കൺമുട്ടി പ്രാർത്ഥിച്ച്, കർത്താവ് അങ്ങനെ ഒരു വിശ്വാസം എൻ്റെ അകത്ത് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാകുലത എന്നെ തൊടാതിരിപ്പാൻ പ്രാർത്ഥിച്ചു. ഷാബൽ ഘടകഥന ഞാൻ പറഞ്ഞത് മനസ്സിലായവരുണ്ട് പ്രാർത്ഥിച്ചു. ഷാബൽ ഘടാതിരാധന പ്രൗഷസ്കനാതിരാധന വൈഡ പ്രൗഢമന ഘടകഥനാതിര പ്രൗഷഭന ഘടകഥന അന്തൽ പ്രൗഷഭന ഘടകഥന യോറബ റബ പ്രൗഷഭന ഘടകഥനാതിര പ്രൗഷഭന ഘടകഥന അന്തൽ ഘടകഥനം ശകത്തുരാധന പ്രൗഢമന ഘടകഥന ഹേതു പ്രൗഷഭന ഹതുരജന ഗതുര ഘടകഥനം ശമ്പൽ പ്രൗഢമന ഘടകഥന ദിരപ്രൗഷഭന ഹത്തുരാധന പ്രൗഢമന ഘടകഥനം അന്തൽ പ്രൗഢമന ഹതുരജന ഗതുരപന ഘടകഥന ദിരപ്രൗഷഭന ഹത്തുരാധന പ്രൗഢമന ഹതുരവിനി ഘടകഥനം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിന്ന് അധികം നേരം സംസാരിച്ച പോലെ എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് സമയം പോയി, അറിഞ്ഞില്ല ഞാൻ പോയത്. സാരമില്ല, നിങ്ങളുടെ അകത്ത് അത് ഉറപ്പുണ്ടാക്കും. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ അകത്ത് ദൈവാത്മാവ് ഇടപെട്ട ഭാഗമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേരൊരു വിളിയുണ്ടോ? പിശാച് നിങ്ങൾക്കെതിരായിട്ട് എഴുന്നേറ്റ് വരും. പിശാച് എഴുന്നേറ്റോ, നിങ്ങളതിനെ ആത്മാവിനാൽ ജയിക്കും. ആത്മാവിനാൽ ജയിച്ചോ, കൂടെ തൊട്ടുപുറകിൽ കൂട്ടമായിട്ട് ദൈവാത്മാവ് ആത്മാക്കൾ എഴുന്നേൽപ്പിക്കും. നിങ്ങളെ വിളിച്ച വിളിയുടെ പുറകിലുള്ള ദൈവമഹത്വം തുറന്നു വരും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ആരും തളരരുത്. എല്ലാവരും തളരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും തളർന്നു പോയി വീണ് പോകുന്നവരൊന്നുമില്ല. പക്ഷേ മനസ്സിനകത്ത് ഒരു ചിന്തകൾ നിങ്ങളെ അലട്ടരുത്. ഈ പിശാച് മൊത്തം നിങ്ങളുടെ അകത്ത് കൊണ്ടുവന്ന ചിന്ത മൊത്തം പിശാച് കൊണ്ടിരുന്നതാണ്. നിങ്ങളതിനെ വിശ്വാസത്തിൽ എതിർത്ത് നിൽക്കണം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ വിശാൽ ബ്രദറിൻ്റെ അമ്മ ഹാർട്ടിന് ബ്ലോക്കായിട്ട് ദയാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് പ്രിയ വിശാൽ ബ്രദറിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണ് അവർ നിൽക്കുന്നത്. അവരുടെ ബന്ധുമിത്രാദികളൊക്കെ അവർക്ക് എതിരാണ്. നമുക്ക് ആ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റെന്തെങ്കിലും ശാരീരിക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, നിങ്ങളാരെങ്കിലും പ്രത്യേകമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഉഷ ചേച്ചിയൊക്കെ തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. ഉഷ സിസ്റ്റർ, ഉഷ നെറ്റോ, നമുക്കൊരു വാക്കോർത്ത് പ്രാർത്ഥിക്കാം.
ലീനി സിസ്റ്ററുടെ കൈക്ക് തീരെ വയ്യെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. ആർക്കെങ്കിലും അതിന് പ്രയാസത്താൽ ഭാരപ്പെടുന്നവരുണ്ടോ? സജിനി സിസ്റ്റർ പറയും സിസ്റ്റർ. എന്റെ ലെഫ്റ്റ് ലെഗ് കാലിന് ഭയങ്കര പെയിൻ, ഉപ്പുറ്റി നിലത്ത് കുത്താൻ വയ്യ. അതുപോലെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ. ഞങ്ങൾക്ക് ഈ ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര നല്ല കാൽ രണ്ടും നിലത്ത് കുത്താൻ പറ്റാത്തത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ അങ്ങനെ ശാരീരികമായ രോഗങ്ങളാലുള്ള ഭാരങ്ങൾ ഉള്ളവരെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിലൊരു സാക്ഷ്യം കേട്ടു. ഭയങ്കര പ്രയാസത്തിൽ ചർച്ചിൽ വന്നതാണ്. കാലിന് വേദനയായിട്ട് കർത്തൃമേശ ഭക്ഷിച്ചപ്പോൾ പൂർണ്ണമായിട്ട് ആ രോഗം എടുത്തു മാറ്റി സൗഖ്യം ദൈവാത്മ തുറന്നൊരു സാക്ഷ്യം ഞാൻ കേട്ടു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സജിനി സിസ്റ്ററെയും ഹസ്ബൻഡിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ വിശാലിൻ്റെ മാതാവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഉഷ സിസ്റ്റർ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നീനുവിൻ്റെ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ലിനി സിസ്റ്ററായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ചെങ്കിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കൊണ്ടുവന്നല്ലോ. ഞങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. ഞങ്ങളെ കർത്താവ് ഉറപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ഞങ്ങളുടെ മനസ്സിനെ കർത്താവ് ശക്തിപ്പെടുത്തുന്ന, ഞങ്ങളെ പണിതെടുക്കുന്ന തിരുവചനത്തിനകത്തുള്ള സത്യങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളെ കാണിച്ചതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ വീണ്ടും പണിയണമേ. കൃപയ്ക്കകത്ത് ഞങ്ങളെ മറയ്ക്കണമേ. പറയപ്പെട്ട വ്യക്തികൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശാലിൻ്റെ മാതാവ് ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുന്നല്ലോ. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അത്ഭുതത്തിൻ്റെ കരം ഇന്ന് രാവിലെ പ്രിയ മാതാവിൻ്റെ മേൽ നീട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സജിനി സിസ്റ്റർക്കായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഹസ്ബൻഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലിനകത്ത് പരിപൂർണമായൊരു വിടുതൽ ദൈവാത്മാവ് തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശാലിൻ്റെ മാതാവിനായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രിയ ഉഷ സിസ്റ്ററുടെ കാലിന് ശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായൊരു പരിഹാരം, ഒരു പൂർണ്ണ വിടുതൽ അങ്ങ് തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീനുവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലിനി സിസ്റ്ററുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ തോമസ് ബാബുർദനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് കൂട്ടായ്മയിലുള്ള ഷലോമിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഇന്ന് രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് ദാനുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നല്ലോ. പ്രിയ കുഞ്ഞിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം കർത്താവ് കുഞ്ഞിൻ്റെ മേൽ കർത്താവ് കൽപ്പിക്കുവാൻ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ കുടുംബങ്ങളുടെ മേലും പ്രത്യേക നിലയിലുള്ള ദൈവിക സമാധാനവും ദൈവിക ഉറപ്പും ദൈവിക ധൈര്യവും ദൈവിക വിളിയും കർത്താവെ വിളിച്ച വിളിയിലേക്കുള്ള പണിയപ്പെടുന്ന അനുഭവങ്ങളെല്ലാം എല്ലാ കുടുംബങ്ങളുടെ മേലും അങ്ങ് തുറക്കണമേ. കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ ഞങ്ങളുടെ ദേവദാസന്മാരെയും പ്രവർത്തനങ്ങളെയും സഭകളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹമാക്കി മാറ്റണമേ. പ്രത്യേകിച്ച് കമ്പിളിച്ചുങ്കത്ത് ചുറ്റൂർ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷനായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രി ദൈവാത്മാവ് ദൈവജനത്തിൻ്റെ വെളിപ്പാടുകൾ തുറക്കുകയും ആഴമായ ദൈവപ്രവൃത്തികളോടെ തുറക്കുകയും ചെയ്തല്ലോ. പ്രകൃതിയെ കർത്താവ് ഇന്ന് രാത്രിയും ശാന്തമാക്കണം. ജനത്തെ കർത്താവ് ഇന്നലെ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരണം. അവിശ്വാസിലെ കർത്താവ് കൂടിളക്കി കൊണ്ടുവരണതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ ഫെല്ലോഷിപ്പ് നൽകണം. ചിലരെങ്കിലും ഇന്ന് രാത്രി കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കാനും അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുവാനും കർത്താവ് സാവകാശങ്ങൾ നൽകണം. പ്രത്യക്ഷത്തിലുള്ള ദൈവപ്രവൃത്തികൾ അങ്ങ് അവിടെ അയക്കണമേ. ദൈവാത്മാവിൻ്റെ വലിയ ചലനങ്ങൾ അയക്കണം. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. റാഞ്ചിയിലുള്ള കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ സമാപനത്തിലേക്ക് പോകുന്നല്ലോ. സമാപന ദിവസം നടക്കുന്ന മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റണം. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അവർക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് ലിൻഡയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ഉപരിപഠനത്തിനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹമായി മാറട്ടെ. ദൈവിക അനുഗ്രഹങ്ങളുടെ നിറവുകൾ തുറക്കണമേ. പ്രാർത്ഥനകളും യാചനകൾ കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രഭാതത്തെ ജയനില കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും ഷലോം.